ഹലോ ആ ചെയ്പ്പു ഞാൻ കയറുളമാ ഞാൻ ഇവിടെ ഖത്തറിന്റെ മുമ്പിലുണ്ട് മോനെ നീ എവിടെ ഉള്ളത് മറ്റേ വാഴയിലയിൽ ഇതാക്കിയെന്നു കയറ് ഭയങ്കര പർദ്ദ നോട്ടുള്ളതാണ്. കിട്ടി പാലുണ്ടാ ഷമിബാസിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കയറുവുമൊത്തുള്ള യാത്ര തുടരുന്നു. കഴിഞ്ഞ 1-2 ദിവസങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുള്ള സ്ഥലങ്ങളിലെ പ്രധാന കാഴ്ചകൾ ആണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യം പോയിരുന്നത് അജ്മാൻ ചൈന മാളിലായിരുന്നു. ഇവിടെ എത്തിയാൽ പിന്നെ ആദ്യം ഓട്ടം തന്നെയായിരിക്കും. അതുകൊണ്ട് വളരെ കുറച്ച് വീഡിയോ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഫാൻസി ഷോപ്പ് എവിടെ കണ്ടാലും കയറു സ്റ്റോപ്പ് ആകും. ഇവിടെ നിന്ന് എന്തെടുക്കാനും കയറുവിന് ഷാറൂഖ് ഓഫർ കൊടുത്തിട്ടുമുണ്ട്. എല്ലാം ഷാറൂഖിന്റെ വകയാണ് പോലും. നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ കുറെ നേരം ഉണ്ടായിരുന്നെങ്കിലും ഇത്ര മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കണം. അപ്പൊ നമ്മള് കൈറൂനെയും കൂട്ടിട്ട് ഇന്ന് വന്നിരിക്കുന്നത് നെസ്റ്റോ ഫുഡ് ബുക്ക് റെസ്റ്റോറന്റിലാണ്. ചൂട് ജാസ്തിയാ മറ്റേ വാഴയിലയിൽ ഇതാക്കിയെന്നു നമുക്കത് മതി. പിന്നെ തിന്നാനെന്തിയാ അതെന്താ കഴി വെള്ളയപ്പോ എന്നാ കഴി നീ അതും എടുക്കുന്നു. ഭക്ഷണം വരാനുള്ള ഗ്യാപ്പിൽ ഷാറൂഖും കയറും തള്ളലോട് തള്ളൽ. പൈസ റെസ്റ്റോറന്റ് ഫസ്റ്റ് ട്രൈ പോയിക്കോ. ഇല്ല തുടങ്ങി പിന്നെ ഞാൻ പോയിട്ട് ഇത് മറ്റേ അല്ല ഇങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങി. അടിപൊളി ഫുഡ്. എന്റെ ഫ്ലാറ്റിൽ എത്തുമ്പോഴേക്കും എന്തോ മെയിന്റനൻസിന്റെ ഭാഗമായി ലിഫ്റ്റ് ഔട്ട് ഓഫ് സർവീസ് ആയിരുന്നു. 6 നിലകൾ സ്റ്റെപ്സ് കയറേണ്ടി വന്നു. 2 പൊറോട്ട തരുന്നു. ഇനി 3 പൊറോട്ട തരാനുണ്ട് നിനക്ക്. അപ്പൊ ഇന്ന് നമ്മളെ കയറുവിനെ കൊണ്ട് വന്നിരിക്കുന്നത് ഷാർജ ഗ്രാൻഡ് മോസ്കില്. എങ്ങനെയുണ്ട് കയറു? ഷാർജ ഗ്രാൻഡ് മോസ്ക് ഇങ്ങോട്ട് വാങ്ങിയത്. ഷാർജ ഗ്രാൻഡ് മോസ്കിന്റെ അഭിപ്രായം തോന്നുന്നു. അങ്ങോട്ട് നോക്കിയേ എന്ത് പോലെയുണ്ട് കാണുമ്പോ. ഞാൻ പറഞ്ഞ തന്നെ പറയുന്നത് താജ്മഹൽ എന്നോട് പറഞ്ഞു എന്നിട്ട് അറിയാത്ത പോലെ അഭിനയിക്കുന്നു. പിന്നെ ഞാൻ ചോദിക്കുമ്പോ ചിന്തിച്ചിട്ട് കണ്ടുപിടിക്കുന്ന പോലെ താജ്മഹലിനെ പോലെ ഉണ്ടെന്ന് ഞാൻ പറയാൻ വേണ്ടി പറഞ്ഞല്ലേ. അടിപൊളിയല്ലേ? ഷാർജ മോസ്കിനെ കുറിച്ച് കുറെ അധികം വീഡിയോകൾ മുമ്പ് ചെയ്തതുകൊണ്ട് കൂടുതലായി ഒന്നും ഇവിടെ അപ്ലോഡ് ചെയ്യുന്നില്ല. ഇത് ഷാർജ അൽഷാബ് വില്ലേജിലെ കാഴ്ചകളാണ്. ഇവിടെ വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും ഇതുപോലെയാണ്. ലൊക്കേമാത്ത്, സ്റ്റഫ്ഡ് ഗ്രേപ്പ് ലീഫ് ഇനമായ മാഷി, അരീസ് തുടങ്ങി നിരവധി ഫുഡ് ഐറ്റംസ്, പിന്നെ അമ്യൂസ്മെന്റ് പാർക്ക് ഒക്കെയായി വൈകുന്നേരങ്ങളിൽ നല്ല വൈബാണ് ഇവിടം. അയ്യോ നീയോ നല്ല ആളിന ഗോളി വേജയിലും മധുരോട്ടത്. ലുക്കി മാത്സ് സുല്ലേ ഒതുക്കൂലേ? കയറ് ഭയങ്കര പർദ്ദ നോട്ടുള്ളതാണ്.
കൈറോ ഞാൻ മിസ് കാണാനായിട്ട് വിളിച്ചത്. കാണാത്തോണ്ട് നീ പദ്മ ഷോപ്പിന്റെ ഇടയിൽ കുടുങ്ങിപ്പോയി. നൈറ്റ് ടു നൈറ്റ് മാർക്കറ്റിലെ ചില പർച്ചേസ് കാഴ്ചകളാണ് ഇനി. കൈറുവിന്റെ ബ്രദർ നൌഷാദും കൂടെ ഉണ്ടായിരുന്നു. ഇനി അല്പം ഗ്ലോബൽ വില്ലേജ് കാഴ്ചകൾ. ഒരു മാസം മുൻപ് ഇവിടുത്തെ പ്രധാന വിശേഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഗ്ലോബൽ വില്ലേജിനെ കുറിച്ച് പൂർണ്ണമായിട്ടുള്ള വീഡിയോ ഒന്നും ഇവിടെ ചെയ്യുന്നില്ല. ചുറൂസിൽ നിന്നുമാണ് ഞങ്ങളുടെ ഗ്ലോബൽ വില്ലേജ് പര്യടനം ആരംഭിച്ചത്. ഇത്തവണത്തെ സീസൺ 29 അവസാന ദിനങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. മെയ് 11 കൂടി ഈ വർഷത്തെ ഗ്ലോബൽ വില്ലേജിന് തിരശ്ശീല വീഴുകയാണ്. ഈ സീസണിൽ തന്നെ ഇത് എന്റെ 4-ോ 5-ാമത്തെ വരവാണ്. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഇതിന്റെ പുതുമ കുറയുന്നത് പോലെയൊന്നും തോന്നാറില്ല. കുറച്ച് പവലിയനുകളും അവിടുത്തെ കാഴ്ചകളും കണ്ടു യാത്ര തുടരുന്നതിനിടയിൽ ഞങ്ങൾ പെട്ടെന്ന് ഖത്തറിലെത്തി. ഹലോ, ആ ചൈപ്പ്, ഞാൻ കയറുളമാ. ഞാൻ ഇവിടെ ഖത്തറിന്റെ മുമ്പിലുണ്ട് മോനെ. നീ എവിടെ ഇല്ലത്? ഏത് ഭാഗത്തില്ലത്? ഞാൻ മുമ്പിലുണ്ട്. ഗ്ലോബൽ വില്ലേജിലെ ഗ്ലാമറീനമായ സ്റ്റണ്ട് ഷോ കൂടി കാണിച്ചു കൊടുക്കാമെന്ന് വെച്ചു. 1 മണിക്കൂറോളം ദൈർഘ്യമേറിയ ഷോ ആയിരുന്നു ഇത്. ഇനി ഞങ്ങൾ അറേബ്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതങ്ങളിൽ ഒന്നായ അറേബ്യാസ് വൈൽഡ് ലൈഫ് സെന്റർ കാണുവാനാണ് പോകുന്നത്. ഷാർജ ദെയ്ദ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഇതിനോടുകൂടി തന്നെ ബോട്ടാണിക്കൽ ഗാർഡൻ, ചിൽഡ്രൻസ് ഫാം തുടങ്ങിയവയും ഒരേ ടിക്കറ്റിൽ ആസ്വദിക്കുവാനുള്ള അവസരവും ഇവിടെയുണ്ട്. ഡിസ്പ്ലേകളെ വിവിധ വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. അറേബ്യൻ പാമ്പുകൾ, പല്ലികൾ, ഓന്തുകൾ എന്നിവയും ചിലന്തികൾ, തേൾ തുടങ്ങിയവയും, മത്സ്യം, പ്രാണികൾ, നിരവധി ഇനം തദ്ദേശീയ പക്ഷികൾ ഉൾക്കൊള്ളുന്ന ഒരു വാതി, മരുഭൂമി പരിതസ്ഥിതിയിൽ ഇൻഡോറിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഒരു പക്ഷിശാല, മരുഭൂമിയിലെ ചെറിയ പൂച്ചകളുടെ വീടുകൾ, കുറുക്കന്മാർ, മുള്ളൻപന്നികൾ, മംഗൂസ് എലികൾ എന്നിങ്ങനെ വിവിധതരം സസ്തനികൾ, നൈറ്റ് അനിമൽസ്, ബാബൂണുകൾ, ഓറിക്സ് ആന്റലോപ്പുകൾ, ചെന്നായകൾ, കഴുതപ്പുലികൾ, ചീറ്റകൾ, അറേബ്യൻ പുള്ളിപ്പുള്ളികൾ എന്നിവയെ അവയുടെ സ്വാഭാവിക പരിതസ്ഥിതിയിൽ കാണുവാൻ കഴിയും. ഷാർജ ഡെസേർട്ട് പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന ഈ അറേബ്യാസ് വൈൽഡ് ലൈഫ് സെന്ററിൽ UAEയുടെ ദേശീയ മൃഗമായ അറേബ്യൻ ഓറിക്സ്, പ്രദേശത്തെ പ്രശസ്തമായ ബിഗ് ക്യാറ്റ് ആയ അറേബ്യൻ പുള്ളിപ്പുലി എന്നിവയുൾപ്പെടെ നിരവധി മൃഗങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്നു. ഈ സുവോളജി പാർക്കിൽ അറേബ്യൻ വന്യജീവികളുടെ ലോകത്തിലെ ഏറ്റവും വലിയ ശേഖരം കാണുവാൻ കഴിയും. അറേബ്യൻ ഉപദ്വീപിൽ കാണപ്പെടുന്ന ജന്തുജാലങ്ങളുടെ വൈവിധ്യങ്ങൾ കാണിക്കുന്നതോടൊപ്പം വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗത്തെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. സന്ദർശകർക്ക് ഇത് ഒരു സമ്പൂർണ്ണ ഇൻഡോർ അനുഭവമാണെങ്കിലും മൃഗങ്ങളെ അവയുടെ സ്വാഭാവിക പരിസ്ഥിതിയിൽ പാർപ്പിച്ചിരിക്കുകയാണ്. കൂടാതെ വലിയ ഗ്ലാസ് ഭിത്തികളിലൂടെ അവയെ നിരീക്ഷിക്കുവാനും നമുക്ക് കഴിയും. വംശനാശ ഭീഷണി നേരിടുന്ന അറേബ്യൻ വന്യജീവികളുടെ ബ്രീഡിംഗ് സെന്ററും ഇവിടെയുണ്ട്. പിന്നെ ഞങ്ങൾ പോയത് ചിൽഡ്രൻസ് ഫാമിലേക്കാണ്. ഇവിടെ നമ്മൾക്ക് കുതിരകൾ, പോണികൾ, കഴുതകൾ, ഒട്ടകങ്ങൾ, ആടുകൾ എന്നിങ്ങനെയുള്ള അനിമൽസിനെ കാണാം. കൂടാതെ മുയലുകളും ഗിനിപ്പന്നികളുമുണ്ട്. കുട്ടികൾക്ക് ആടുകൾക്കൊക്കെ തീറ്റ കൊടുക്കുവാനൊക്കെ സാധിക്കും. പിന്നെ വീക്കെൻഡ് ആയാൽ കുട്ടികൾക്ക് പോണി റൈഡുകളും ഉണ്ടായിരിക്കുന്നതാണ്. കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആണിത്. കിട്ടി പാലുണ്ടാ? പശു മുമ്പിലല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.